പല ആളുകളും ദുബൈയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ദുബൈയിൽ ഫസ്റ്റ് പോകുമ്പോൾ കൊണ്ടുപോയ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കിലോ അലുവയും 2 കിലോ ചിപ്സും 2 കിലോ മിക്സറും പിന്നെ 2 കിലോ ഷുഗറിനും പ്രശ്നമുള്ള ഗുളികയും കൊട്ടൻ ചുക്കാതി തൈലം ആവണക്കെണ്ണ ദശമൂലാരിഷ്ടം ബലാരിഷ്ടം കുപ്പല്യാരിഷ്ടം ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾക്കാണ് ഞാൻ ദുബായിൽ പോയത്. അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് അറിയുന്നത് ഇതല്ല വേണ്ടത്, ജോലിക്ക് CV ആണ് വേണ്ടത്. CV അന്വേഷിച്ച് നോക്കുമ്പോൾ കിട്ടാൻ ഒരു വഴിയുമില്ല. അങ്ങനെ CV അന്വേഷിച്ച് നോക്കുമ്പോൾ പഠിച്ചതാ ചോദിച്ചത്. പഠിച്ചാണ് നമ്മളിപ്പോൾ എന്താ ആകെ പഠിച്ചത്, ബിരിയാണി വെക്കാനാ പഠിച്ചത്. അപ്പൊ ഈ CV-യിൽ ദമ്മ് ബിരിയാണി എന്ന് വെച്ചിട്ട് അറബിക്ക് ഞാൻ കൊടുത്തേക്ക് എന്നോട് പറഞ്ഞു മന്തി അറിയോ ചോദിച്ചു. അതറിയില്ല പറഞ്ഞു. കബാബ് അറിയോ ചോദിച്ചു. അതും അറിയില്ല പറഞ്ഞു. അങ്ങനെ ജോലിയിൽ നിന്ന് റിജക്റ്റഡ് ആയ ആളാ ഞാൻ. അപ്പൊ നിങ്ങളൊക്കെ ഇവിടുന്ന് പോകുമ്പോ ഈ അലുവയും ചിപ്സിനും മാറ്റി പിടിച്ചിട്ട് കുറച്ച് CV-യും പഠിച്ച ജോലിയുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ആ എക്സ്പീരിയൻസോട് കൂടിയിട്ട് വേണം നിങ്ങൾ പോകണമെങ്കിൽ. അത് എത്രമാത്രം നാട്ടിൽ നിന്ന് എക്സ്പീരിയൻസ് ആക്കിയിട്ട് അവിടെ ചെല്ലുണ്ടോ അത്രയും ജോലിക്ക് ഫാസ്റ്റ് ആണ് ഗൾഫിൽ, പ്രത്യേകിച്ച് ദുബായ് അബുദാബി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കടമയാണ് ഇതൊക്കെ. അപ്പൊ പറഞ്ഞു വന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ: പഠിച്ച ജോലിയിൽ എക്സ്പീരിയൻസ്, അത് എന്ത് ജോലി ആയിക്കോട്ടെ, ചായ വാരല്, ദമ്മ് ബിരിയാണി, MBA, MCOM, ഡോക്ടർ, പല്ല് ഡോക്ടർ, ഇതൊക്കെ എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് ഇല്ലാതെ അവിടെ പല്ല് ഡോക്ടറാണ് ചെന്നിരുന്നിട്ട് പല്ലെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അപ്പള ലൈസൻസുമ്മ സീല് വീണു ആന്തമാനക്ക് കാട് കടത്തും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ കാര്യങ്ങളൊക്കെ വളരെ മുറ തെറ്റാതെ നാട്ടിൽ നിന്ന് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പോവുക. പിന്നെ ഒരു ഇന്റർവ്യൂവിന് നിങ്ങൾ ചെല്ലുമ്പോൾ ബിരിയാണി വെക്കലാണെങ്കിലും ചായ പാറലാണെങ്കിലും ടൈയും കോട്ടും നിർബന്ധമാണ്. മനസ്സിലായോ?